ഹായ് ഓൾ. അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി നമ്മൾ 3 മൊഡ്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് 4th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. സോ 2019 സ്കീമിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ 4th മൊഡ്യൂൾ അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് GS പ്രൊസീജിയർ, ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ ആൻഡ് എഫക്ട്സ് ഇൻ ദ ചാനലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച്. കാരണം നമ്മളിപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോവുകയാണെങ്കിൽ തന്നെയും ഈ ഒരു ഏരിയ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഇതെല്ലാ ഏരിയാസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ എക്സാമിനും ഗ്രാം സ്മിത്ത് പ്രൊസീജിയറിൽ നിന്ന് ഒരു essay ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാരണം മിനിമം ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ടെങ്കിലും ചോദിക്കണം. കാരണം കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയറാണ് ഗ്രാം സ്മിത്ത് ഓർത്തോഗണൈസേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറാണ്, പക്ഷേ കുറച്ച് ലെങ്തി ആയിരിക്കും, കുറച്ച് ടൈം കൺസ്യൂമിങ്ങും ആണ്. പക്ഷേ നമ്മൾ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു 2-3 എക്സാമ്പിൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടാവും, ചെയ്യാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. കാരണം തിയറി എഴുതുമ്പോൾ നമുക്ക് എന്തുമാത്രം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഇതിലങ്ങനെ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ISI ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്റർ സിമ്പിൾ ഇന്റർഫറൻസ്, ഡിസ്പേർഷൻ സംഭവിക്കുന്നു, അത് ഓവർകം ചെയ്യാനും ISI ഇന്റർ സിമ്പിൾ ഇന്റർഫറൻസ് എന്താണെന്നും അതിൻ്റെ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ എന്താണെന്നുള്ളതും അതിനി എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതും ഒക്കെയാണ് അതിനകത്ത് മെയിൻലി വരുന്ന കുറച്ചൊരു ഏരിയ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെക്ടർ മോഡൽ, AW ചാനൽ, മാച്ച്ഡ് ഫിൽട്ടർ ചോദിക്കാവുന്ന ഒരു ഏരിയയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫൈനലി നമുക്ക് ലൈക്ലിഹുഡ് റിസീവർ, അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് എറർ, ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്കിൻ്റെ പ്രോബിലിറ്റി ഓഫ് എററിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ ഫോർ ഡിസ്റ്റോർഷൻലെസ് ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് നോയ്സ്. ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ സിലബസിലുള്ള അതേ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ ഫോർ ഡിസ്റ്റോർഷൻലെസ് ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് നോയ്സ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ISI ഇന്റർ സിമ്പിൾ ഇന്റർഫറൻസ് എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. ഇന്റർ സിമ്പിൾ ഇന്റർഫറൻസിന് 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. ISIക്ക് നമുക്ക് ഒരു 1.5 മാർക്കും നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ പറയുന്നതിന് 1.5 മാർക്കും ആയിരുന്നു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്റർ സിമ്പിൾ ഇന്റർഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ നമ്മുടെ ചാനലിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പം ചാനലിൻ്റെ ബാൻഡ് വിഡ്ത്തുമായിട്ടുള്ള ഇഷ്യൂസൊക്കെ കാരണം അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, നോക്കുക, ഈ ഒരു സിഗ്നലാണ് ചാനലിൽ പാസ് ചെയ്യുമ്പോൾ സ്പ്രെഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു സിഗ്നൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന പോയിന്റ് ഇതാണ്, ഇതിവിടെ തീരേണ്ടതാണ് ആക്ച്വലി. പക്ഷേ ഇത് സെക്കൻഡ് സിഗ്നലിൻ്റെ പോർഷനാണ്. ആ സെക്കൻഡ് സിഗ്നലിൻ്റെ പോർഷനിലും ആ ഫസ്റ്റ് സിഗ്നലിൻ്റെ ഒരു സ്പ്രെഡ് വരുന്നുണ്ട്. അങ്ങനെ നോക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ 2-3 സിഗ്നൽ ഒരുമിച്ച് അയച്ചു കഴിയുമ്പം ഈ സിഗ്നൽസിൻ്റെ നെയ്ബറിങ് സിഗ്നലുമായിട്ട് ഒരു ഓവർലാപ്പിംഗ് ഉണ്ടാകുന്നുണ്ട്. ആ ഓവർലാപ്പിംഗ് ആണ്, അഡ്ജസൻറ്റ് പൾസസുമായിട്ടുള്ള ഓവർലാപ്പിംഗ് ആണ് ആക്ച്വലി ISI ഇന്റർ സിമ്പിൾ ഇന്റർഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വരയ്ക്കണം എന്നില്ല, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ മതി, വളരെ സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്കും നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ISI എന്താണെന്ന് മനസ്സിലായി നമുക്ക്. അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ ഇക്വേഷനാണ്, അല്ലേ, കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിസീവർ ഫിൽട്ടർ ഔട്ട്പുട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എൻ്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന y(t) എന്ന് പറഞ്ഞ സിഗ്നലാണ്. ആ സിഗ്നലിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് പറയണം നിർബന്ധമില്ല, അതിൻ്റെ കണ്ടീഷൻ മാത്രം പറഞ്ഞാലും മതി. അപ്പോൾ നോക്കാം, മ്യൂ സിഗ്മ k AK P ഓഫ് I - k TB പ്ലസ് n(t) ആണ്. അപ്പോൾ നോയ്സ്ലെസ് എന്നാണ്, നോയ്സ് ഫ്രീ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ. ഇൻ ദ ആബ്സെൻസ് ഓഫ് നോയ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്വേഷൻ ഈ പാർട്ടിന് വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല, ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് ഇത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യുന്ന ആ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ μ(AI) അല്ലേ, ആ സിഗ്നലാണ്. ഇതിൽ ഈ P(I) TB - k TB, അപ്പോൾ നമ്മൾ ith ഇൻസ്റ്റൻറ്റിലാണ് നോക്കുന്നതെങ്കിൽ ആ പറയുന്ന സിഗ്നലിൻ്റെ വാല്യൂ 1 when I is equal to k and all other values that quantity should be 0. അങ്ങനെ ആയിരിക്കണം നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ISI ഫ്രീ ട്രാൻസ്മിഷനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിഗ്നലിൻ്റെ പാർട്ടിൽ ഇതാണ് ഡിസ്പേർഷൻ ആയിട്ടുള്ള സിഗ്നൽസിൻ്റെ പാർട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു പാർട്ട് കംപ്ലീറ്റ്ലി 0 ആവണം. അതാണ് ഡിസ്റ്റോർഷൻലെസ് ട്രാൻസ്മിഷൻ്റെ ഒരു കണ്ടീഷൻ ഇക്വസ്റ്റ് ക്രൈറ്റീരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് തന്നെ ഫ്രീക്വൻസി ഡൊമൈനിൽ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിപ്പോൾ ടൈം ഡൊമൈനിൽ എഴുതിയെന്നുള്ളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എഴുതുക, എക്സ്പ്ലനേഷൻ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാച്ച് ഫിൽറ്ററുമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
മാച്ച് ഫിൽറ്ററിൽ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. എസ് ഓഫ് ടി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഒരു റാം വേവ് ഫോം ആണ്. ഇപ്പോൾ റാം വേവ് ഫോമിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു DK 0 to T വരുന്നത് 1/T സ്ലോപ്പ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ്, നെഗറ്റീവ് സ്ലോപ്പാണ്. ഇതാണ് നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത്. ഡിറ്റർമിൻ ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദി മാച്ച്ഡ് ഫിൽറ്റർ. മാച്ച്ഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഈ ഇൻപുട്ട് സിഗ്നലിൽ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് വരുന്നത്. ഇപ്പോൾ എസ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ആണ് ഉള്ളെങ്കിൽ അതിൻ്റെ മാച്ച്ഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ടൈം റിവേഴ്സ്ഡ് വേർഷൻ നോക്കുക. അപ്പോൾ അതിന് ടൈം റിവേഴ്സ്ഡ് വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സിഗ്നലിനെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, സോറി, ഇത് 1 ആണ്. ഇനി നോക്കുക, ഈ പറയുന്ന സിഗ്നലിൽ ഒരു ടി യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ബിറ്റ് ഡ്യൂറേഷൻ ആണ് TB എങ്കിൽ ഇതെന്ത് ചെയ്യുക, TB ഡ്യൂറേഷൻ മാറുക. ഇതായിരിക്കും നമ്മുടെ സിഗ്നൽ. അപ്പോൾ ഈ സിഗ്നലിനെ TB യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്ത് TB ആണെങ്കിൽ TB യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയായിരിക്കും, 0-ലായിരിക്കും. ഇത് TB, ദിസ് ഇസ് 1. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സിഗ്നൽ TB - T അല്ലേ. ഇതിൻ്റെ കോൺജുഗേറ്റ്, ഇപ്പോൾ കോംപ്ലക്സ് സിഗ്നൽ ആണ്, ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക. ഇതായിരിക്കും അതിൻ്റെ മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഇക്വേഷൻ. അപ്പം ഈ പറയുന്ന വേവ് ഫോം എസ് കോൺജുഗേറ്റ് TB - T എന്നായിരിക്കും ജനറൽ ഇക്വേഷൻ വരുന്നത്. നമ്മുടെ ഈ പറയുന്ന കേസിൽ ഈ മാച്ച് ഫിൽറ്ററിനെ മാച്ച് ചെയ്യുന്ന, അതായത് ഡിറ്റർമിൻ ഇമ്പൾസ് റെസ്പോൺസ്, അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ആയിരിക്കും, പക്ഷേ ടൈം റിവേഴ്സ്ഡ് ആയിരിക്കും, ഷിഫ്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാച്ച്ഡ് ഫിൽറ്റർ റെസ്പോൺസ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതിന് ആ ഇക്വേഷൻ എഴുതുന്നതിന്, ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ജനറൽ ഇക്വേഷൻ എഴുതുന്നതിന് 1 മാർക്കും ആ വേവ് ഫോം വരയ്ക്കുന്നതിന് 2 മാർക്കും, ഇത്രയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ് ഐ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാം സ്മിത്ത് പ്രൊസീജിയറിൻ്റെ ഒരു എസ് ഐ ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് മാർക്ക് അതിന് കിട്ടും, 14 മാർക്സ്. ഇവിടെ തന്നിരിക്കുന്നത് 3 സിഗ്നൽ തന്നിട്ടുണ്ട്, S1, S2, S3 given below. Find the orthonormal basis of these set of signals using ഗ്രാം സ്മിത്ത് ഓർത്തോണൈസേഷൻ പ്രൊസീജിയർ. അതായത് ഗ്രാം സ്മിത്ത് ഓർത്തോണൈസേഷൻ പ്രൊസീജിയറിൽ പറയുന്ന ഇതാണ്, നമുക്ക് ഏതൊക്കെയും 3 സിഗ്നൽ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 4 സിഗ്നൽ 5 സിഗ്നൽ. ഈ 3 സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന 3 സിഗ്നൽസ്, അതായത് 3 സിഗ്നലിൻ്റെ ഒരു സം ആയിട്ട് ഈ പറയുന്ന S1-നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, S2-നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, S3-നെ റെപ്രസെൻറ്റ് ചെയ്യാൻ. ആ 3 സിഗ്നൽ, ആ സിഗ്നൽ 3 എണ്ണം ആവണം നിർബന്ധമൊന്നുമില്ല, മാക്സിമം 3 മതി. ഓക്കെ, ചിലപ്പോൾ 1 വെച്ചിട്ട് തന്നെ ഈ 3 സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ ഒരു 3 ഡയമെൻഷണൽ സ്പേസിനെ നമുക്ക് യൂണിറ്റ് വെക്ടർ IJK വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 3IJ + 4J + 1K, ഇങ്ങനെ ഈ പറയുന്ന പോലെ IJKയുടെ കോമ്പിനേഷനായിട്ട്, ലീനിയർ കോമ്പിനേഷനായിട്ട് ആ വെക്ടർ സ്പേസ് മൊത്തം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, 3 ഡയമെൻഷണൽ സ്പേസ്. അതേപോലെ ഈ വേവ് ഫോംസിനെ S1, S2, S3 ഈ പറയുന്ന 3 വേവ് ഫോമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വേവ് ഫോംസ് അത് ഏതൊക്കെയാണ്? അത് ആ വേവ് ഫോമിൻ്റെ പ്രത്യേകതയുണ്ട്, ഓർത്തോ നോർമൽ വേവ് ഫോംസ് ആണ്. അതായത് അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിൻ്റെ എനർജിയും യൂണിറ്റി ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു സിഗ്നൽസിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ സിഗ്നലിൽ നിന്ന് അത് കണ്ടുപിടിക്കാനൊരു പ്രൊസീജിയർ ഉണ്ട്, അതാണ് ഗ്രാം സ്മിത്ത് ഓർത്തോണൈസേഷൻ പ്രൊസീജിയർ. അതിൻ്റെ ജനറൽ ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് സിഗ്നൽ എടുക്കുക, അതിനെ എനർജി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, √(EI). എനർജി E1 ആണ്, √(E1) കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇനി എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, 0 to T SI ഓഫ് ടീനെ ഹോൾ സ്ക്വയർ ചെയ്യുക, 0 to T ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന് എനർജി കിട്ടും. ആ എനർജി √(E1) എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ കിട്ടും. ഇനി ഇത് ഫസ്റ്റ് ഓർത്തോനോർമൽ ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് ഓർത്തോനോർമൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ഓർത്തോനോർമൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 5I(T) = GI(T), ഡിനോമിനേറ്ററിൽ √ അതിൻ്റെ എനർജി. ഓക്കെ, അതുകൊണ്ട് റൂട്ടിനകത്ത് അതിൻ്റെ എനർജി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് GI(T) എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. GI(T) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SI(T), അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ടൈമിലെ ഒരു സിഗ്നലിനെ അതിന് തൊട്ടുള്ള സിഗ്നൽസ് എല്ലാം സബ്ട്രാക്ട് ചെയ്യുക. ഈ ഒരു ഇക്വേഷൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് പറയാം. J = 1 to I-1 SIJ 5J(T). ഓക്കെ, ഇനി എന്താണ് SI(J) എന്നുള്ളതും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയും ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അത് വേവ് ഫോം ആയിട്ടാണ് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ പറയുന്ന 4 ഇക്വേഷൻസ്, 4 സ്റ്റെപ്സ് നമ്മൾ ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നും എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇക്വേഷൻസ് അറിയില്ലാത്തവർ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞത് S1 എങ്ങനെ കണ്ടുപിടിക്കാം, S1 by √(E1) ആയിരുന്നു. അപ്പോൾ നമ്മുടെ S1 എന്ന് പറയുന്ന സിഗ്നൽ ഇതായിരുന്നു, ക്വസ്റ്റിൽ തന്നിരുന്ന ആദ്യത്തെ സിഗ്നൽ. അത് 0 to 1 വരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആംപ്ലിറ്റ്യൂഡ് 2 ആണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ അതിൻ്റെ എനർജി കണ്ടുപിടിക്കുക. ഫസ്റ്റ് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല 0 to t, അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്നാണ്, അതിൻ്റെ സ്ക്വയർ ടേമിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ 0 to 1 ആണ്, 2 ആണ് ആംപ്ലിറ്റ്യൂഡ്, 2 സ്ക്വയർ ആണ്. അപ്പോൾ 0 to 1 ചെയ്യുമ്പം 4 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സിഗ്നലിനെ √4 അല്ലേ, 4 എനർജിയാണ്, √4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ S1/2. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഇക്വേഷനെ /2 കൊണ്ട് ചെയ്യാന്ന് പറയുന്നതിന് പകരം നമ്മൾ ആ വേവ് ഫോം വരച്ച് വെക്കണം. അപ്പോൾ നോക്കുക, ഈ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ആണ് കുറയ്ക്കുക. പിന്നെ ആംപ്ലിറ്റ്യൂഡ് 2 ആയിരുന്നു, /2 ചെയ്ത് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് എന്താവും, 1 ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ φ1 അപ്പോൾ ഇങ്ങനെ വേണം എഴുതാൻ. ഇതാണ് അതിൻ്റെ ഓർത്തോനോർമൽ ഫംഗ്ഷൻ. ഈ സിഗ്നലിൻ്റെ എനർജി 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിഗ്നൽ കിട്ടി. ഇനി സെക്കൻഡ് സിഗ്നൽ തൊട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. φ1 കണ്ടുപിടിക്കുന്ന S1/√T1 ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇക്വേഷൻ ഇങ്ങനെ എഴുതി വെച്ചാൽ പോരാ, വേവ് ഫോം ആയിട്ട് തന്നെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു സെക്ഷൻ നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് നോക്കാം. സെക്കൻഡ് സെക്ഷനിൽ നമുക്ക് φ2 ആണ് വേണ്ടത്. φ2 ഞാൻ പറഞ്ഞു G2/√. ആ G2 എനർജി ഈ റൂട്ടിനകത്ത് കണ്ടുപിടിക്കാം. എങ്ങനെ G2 കണ്ടുപിടിക്കാം? അപ്പോൾ നമ്മുടെ ജനറൽ ഫോർമുല ഉണ്ട്. ആ ജനറൽ ഫോർമുലയിൽ GI എന്ന് പറയുന്ന ഫോർമുല നോക്കാം. ഓക്കെ, അതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് S2. ഇപ്പം ഇവിടെ GI ആയതുകൊണ്ട് ഇവിടെ SI ആയിരുന്നു. അപ്പോൾ S2 then I-1 ആണ്. സോ 1 to I-1 Sij 5j. ഇനി ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നോക്കുക, 1 to ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആകെ വരുന്നത് ഒരു ടൈമേ വരുള്ളൂ, S2 അല്ലേ, S2 1 വരെ വരുള്ളൂ, കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ S2 φ1 വരെ ചെയ്യാം. cos I = 2. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടൈം മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇത് നമ്മൾ ഗ്രാഫിക്കലി ചെയ്യണം. ഈ S2 S21 ഇതൊരു കോഎഫിഷ്യൻ്റ് ആണ്, ഈ കോൺസ്റ്റൻ്റ് ആണ് φ1. അപ്പോൾ ശ്രദ്ധിക്കുക, സെക്കൻഡ് സിഗ്നലിൽ നിന്ന് ഫസ്റ്റ് സിഗ്നലിൻ്റെ പാർട്ട് അങ്ങ് സബ്ട്രാക്ട് ചെയ്യണം. φ1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓർത്തോനോർമൽ ഫംഗ്ഷനാണ്, അത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ എഴുതി വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ഇക്വേഷൻ എഴുതണം, φ2. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള G2 എന്നുള്ള ടേം അറിയില്ല, അപ്പോൾ G2ൻ്റെ എക്സ്പ്രഷൻ എഴുതുക, G2ൻ്റെ ടേം എക്സ്പാൻഡ് ചെയ്യുക, അതിനകത്ത് ഏതൊക്കെ അൺനോൺ ക്വാണ്ടിറ്റീസ് ഉണ്ട് അതൊക്കെ കണ്ടുപിടിക്കുക. ഇതാണ് അതിൻ്റെ ഒരു ഫോളോ. കാരണം നമ്മൾ പെട്ടെന്ന് കയറി ഇവിടെ നിന്ന് ചെയ്ത് തുടങ്ങാൻ ആലോചിക്കരുത്. നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതണം, അതിൽ അറിയാത്ത ക്വാണ്ടിറ്റീസിൻ്റെ ഇക്വേഷൻ എഴുതുക, അതിലറിയാത്ത ക്വാണ്ടിറ്റീൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ S21 അറിയില്ല നമുക്ക്, അപ്പോൾ S21 കണ്ടുപിടിക്കണം. അപ്പോൾ S21 കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഇതാണ് നമുക്ക് Sij ഫോർമുല. അപ്പോൾ Sij സ്ഥാനത്ത് S21 ആണ് ഈ ഫോർമുലയിൽ കൊടുക്കുക. ഐയുടെ സ്ഥാനത്ത് 2 ആണ്, ജെയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 to t S2 φ1. അപ്പോൾ നമുക്കറിയാം ഈ സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെ തൊട്ട് എവിടം വരെയാണ്. S2 എന്ന് പറയുന്ന സിഗ്നൽ 0 to 2 വരെ ഉണ്ടായിരുന്നു. സോറി, ഓക്കെ, φ1 എന്ന് പറയുന്നത് 0 to 1 ഉള്ളൂ. അപ്പോൾ 0 to 1 നമ്മൾ ചെയ്താൽ മതി. 0 to 1 S2 വാല്യൂ -4 ആണ്, കാരണം ഇതിൻ്റെ വാല്യൂ -4 ആണ്. ഈ സിഗ്നൽ 0 to 2 വരെ ഉണ്ട്. പക്ഷെ φ1 എന്ന് പറയുന്ന സിഗ്നൽ നമുക്കറിയാം, നേരത്തെ നമ്മൾ നോക്കിയിരുന്നു, തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച സിഗ്നലാണ്. അത് 0 to 1 വരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് 0 to 2 ചെയ്യേണ്ട ആവശ്യമില്ല, 0 to 1 ചെയ്യുക. കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -4. അപ്പോൾ S21 സ്ഥാനത്ത് നമുക്ക് -4 ആണ് കിട്ടുക. അപ്പോൾ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, മൈനസ് പ്ലസ് ആയി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഇക്വേഷൻ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം S2. ഓക്കെ, ആ സിഗ്നൽ ഉണ്ട്. ആ സിഗ്നലിൽ നിന്ന് φ1 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ φ1 എന്ന് പറയുന്ന സിഗ്നൽ നോക്കുക, നമുക്ക് നേരത്തെ കിട്ടിയ സിഗ്നലാണ്. φ1 എന്ന് പറയുന്ന സിഗ്നൽ ഇതായിരുന്നു, 0 to 1 എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിഗ്നലാണ് φ1. ഈ φ1 നമ്മൾ S21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്ന് വെച്ചാൽ -4 ഉണ്ട് അല്ലേ. അപ്പോൾ -4 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിയും. ഈ സിഗ്നൽ ഇവിടെ -4 ആവും, 0 to 1 തന്നെ. ഇതാണ് S21 φ1 എന്ന് പറയുന്ന സിഗ്നൽ. ശരിയല്ലേ? ഇനി നോക്കുക, ഫസ്റ്റ് സിഗ്നൽ S2 എന്ന് പറയുന്ന സിഗ്നൽ ഇത്രയുണ്ട്, 0 to 2 വരെ. ഇതിലെ ബ്ലൂ പോർഷനാണ് S21 φ1 എന്ന് പറയുന്നത്. ഈ സിഗ്നൽ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് ഈ ബ്ലൂ പോർഷനും കളയാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആക്ച്വലി ഈ G2 എന്ന് പറയുന്ന സിഗ്നൽ. നമുക്ക് 1 to 2 എക്സിസ്റ്റ് ചെയ്യുന്നു, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് -4. ഓക്കെ, സെക്കൻഡ് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന സിഗ്നലിനെ അല്ലെ G2 കിട്ടി. നമുക്ക് G2 നമുക്ക് ഇനി അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കലാണ്. G2 ഏരിയ അല്ല, എനർജി കണ്ടുപിടിക്കുക. അപ്പോൾ എനർജി നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പം ആ സിഗ്നലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത്, ഇതാണ് നമ്മുടെ സിഗ്നൽ,
1 to 2 ആണ് ചെയ്യേണ്ടത്. 1 to 2 -4 ആണ് ആംപ്ലിറ്റ്യൂഡ്. -4ന്റെ സ്ക്വയർ എടുക്കുക. സോ ഓവറോൾ നമുക്ക് കിട്ടുന്നത് 16 ആണ്. അപ്പോൾ 16 റൂട്ടിനകത്ത് പോകുമ്പോൾ 4 ആണ്. G2(t)/4, അതായത് നമുക്ക് G2(t) എന്ന് പറയുന്ന സിഗ്നൽ ഇതാണ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് /4 ചെയ്യാം. അപ്പോൾ -4 ആയിരുന്ന ആംപ്ലിറ്റ്യൂഡ് അതിനെ /4 ചെയ്യുമ്പോൾ -1 ആണ്. അപ്പോൾ 1 to 2 എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിഗ്നൽ. ഒരു പ്രാവശ്യം നമ്മൾ തന്നെ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. ഈ പ്രോബ്ലം ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ സ്റ്റെപ്സും ഒന്ന് തന്നെ എഴുതി നോക്കാം. ഓക്കെ, ഇപ്പോൾ എനർജി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷനും കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് ഓർത്തോനോർമൽ ഫംഗ്ഷൻ. തേർഡ് ഓർത്തോനോർമൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അഗെയിൻ നമുക്കറിയാം φ3 ആണ്. G3(t)/√0 to t G3(t)² dt. G3(t) എന്ന് പറയുന്നത് നമുക്കറിയാം നേരത്തെ ഉള്ള ഫോർമുലയിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 ആണ് ഇവിടെ വരിക. സോ ഐയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ എഴുതുമ്പോൾ 3(1), 3(2) എന്നുള്ള രണ്ട് കോഎഫിഷ്യൻസ് വരും. അപ്പോൾ നമുക്ക് രണ്ട് അൺനോൺ ക്വാണ്ടിറ്റീസ് ഇവിടെയുണ്ട്, S31ഉം S32. അപ്പോൾ S31ഉം കണ്ടുപിടിക്കണം, S32ഉം വേണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഫോർമുലയാണ്. SIJയുടെ ഫോർമുല നമ്മൾ യൂസ് ചെയ്യണം. SIJയുടെ ഫോർമുല വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇത് 3ന്ന്, ഇത് -3. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 5(1) ഉണ്ട്. 5(1)ന്റെ കൂട്ടത്തിൽ S31 അല്ലേ, അത് 3 ആണ്. φ1(t) നമുക്കറിയാം 0 to 1 എക്സിസ്റ്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് 1. ഇതാണ് φ1(t). അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇറ്റ് ഈസ് 3. സെക്കൻഡ് φ2(t) എന്ന് പറഞ്ഞാൽ നമുക്കറിയാമായിരുന്നു. φ2(t) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1 to 2 എക്സിസ്റ്റ് ചെയ്യുന്നൊരു സിഗ്നലാണ്. -1 ആയിരുന്നു ആംപ്ലിറ്റ്യൂഡ്. അതിന് ആംപ്ലിറ്റ്യൂഡ് -3 ആണ് അല്ലേ. അപ്പോൾ നോക്കാം, -3യിലേക്ക് മാറും ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സിഗ്നലും കിട്ടിയിട്ടുണ്ട്. ഇനി ആ പറയുന്ന സിഗ്നലിൻ്റെ ഈ പറയുന്ന G3(t) കണ്ടുപിടിക്കണം. അപ്പോൾ ഒറിജിനൽ സിഗ്നൽ S3(t) ഇതായിരുന്നു. ഇതിൽ നിന്ന് ഫസ്റ്റ് സിഗ്നൽ ഇത്രയും പാർട്ട് ഉണ്ട്, അത് സബ്ട്രാക്ട് ചെയ്യുക. സെക്കൻഡ് സിഗ്നൽ ഇത്രയും ഉണ്ട്, അതും സബ്ട്രാക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന റിമൈനിങ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ 2 to 3 എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിഗ്നൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, 1 to 2, 0 to 1ഉം 1 to 2ഉം പോയി. പിന്നെ നമുക്കുള്ളത് ആകെ ഇത്രയുള്ളൊരു സിഗ്നലാണ്, G3(t). 2 to 3 ആംപ്ലിറ്റ്യൂഡ് 3 ആയിട്ടുള്ളൊരു സിഗ്നൽ. അപ്പോൾ ഈ പറയുന്ന സിഗ്നലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇനി എനർജി കണ്ടുപിടിക്കണം. ഇപ്പോൾ G3(t) ആയിട്ടുള്ളൂ. ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് അല്ലേ, φ3(t) എന്ന് പറഞ്ഞാൽ G3(t)/√9 ആണ്. അപ്പോൾ 9 ആണ് എനർജി. സോ 3 കിട്ടി. അപ്പോൾ 3 ആംപ്ലിറ്റ്യൂഡ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആംപ്ലിറ്റ്യൂഡിലുള്ളൊരു സിഗ്നൽ ആയിരിക്കും. അപ്പോൾ നോക്കുക, നമ്മുടെ ഓവറോൾ ഒരു സിഗ്നൽ, നമ്മുടെ ഓർത്തോനോർമൽ ഫൈനലി കണ്ടുപിടിക്കുന്ന സിഗ്നലിൻ്റെ എനർജി 1 ആയിരിക്കണം. അപ്പോൾ 1 യൂണിറ്റ് ഹൈറ്റും 1. സോ എനർജി 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് 3 സിഗ്നലും കിട്ടിയിട്ടുണ്ട്. φ1(t), φ2(t), φ3(t). ഈ 3 സിഗ്നൽ വെച്ചിട്ട് എനിക്ക് ആദ്യത്തെ 3 സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ കൺക്ലൂഷൻ. നോക്കി, ഇതാണ് എൻ്റെ S1(t). ഈ S1(t) എന്ന് പറഞ്ഞ സിഗ്നൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 സിഗ്നലിൽ ഏതെങ്കിലും, ചിലപ്പോൾ 3 ഉപയോഗിക്കേണ്ടി വരും, ചിലപ്പോൾ 1 മാത്രം മതി. നോക്കി, φ1(t) എന്ന് പറയുന്നത് 0 to 1 എക്സിസ്റ്റ് ചെയ്യുന്ന സിഗ്നലാണ്. ഇതും 0 to 1 എക്സിസ്റ്റ് ചെയ്യുന്ന സിഗ്നലാണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 2 ആണ്, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയേ ഉള്ളൂ, 1 ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into φ1(t) പ്ലസ് ഇതൊന്നും ആവശ്യമില്ല, 0 into ദിസ് സിഗ്നൽ പ്ലസ് 0 into ദിസ് സിഗ്നൽ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നോക്കുക, S1(t) എന്ന് പറയുന്നത് 2 into φ1(t) മതി, ബാക്കിയെല്ലാം എന്താണ്, 0 ആണ്. ക്ലിയർ അല്ലേ? ഇനി നോക്കുക, സെക്കൻഡ് സിഗ്നൽ S2(t) എന്ന് പറയുന്നത് ആക്ച്വലി 1 to 2 എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിഗ്നലാണ്. സോറി, S2(t) എന്ന് പറയുന്നത് 0 to 2 എക്സിസ്റ്റ് ചെയ്യുന്ന സിഗ്നലാണ്. അപ്പോൾ 0 to 2 നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒറ്റ സിഗ്നൽ ആയിട്ടില്ല. 0 to 1 എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിഗ്നൽ ഉണ്ട്, പ്ലസ് 1 to 2 എക്സിസ്റ്റ് ചെയ്യുന്ന സിഗ്നൽ ഉണ്ട്. അപ്പോൾ 0 to 1 എക്സിസ്റ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. നമുക്കിവിടെ താഴേക്ക് വരണം അല്ല, -4 വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ സിഗ്നലിനെ -4 കൊണ്ട് മൾട്ടിപ്ലൈ, -4 into 1 പ്ലസ് അത് 1 വരെ ആയിട്ടുള്ളൂ. ഇനി 1 to 2 ഉള്ള സിഗ്നൽ ഓൾറെഡി -1 ആണ് ആംപ്ലിറ്റ്യൂഡ്, അതിനെ എന്ത് ചെയ്താൽ മതി, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നോക്കിയാൽ -4 φ1(t) പ്ലസ് 4 φ2(t). അപ്പോൾ നമ്മുടെ സെക്കൻഡ് സിഗ്നലും കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി തേർഡ് സിഗ്നലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ തേർഡ് സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി 0 to 3 വരെയാണ്. നമുക്ക് 0 to 1 എക്സിസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് സിഗ്നൽ ഉണ്ട്, പക്ഷെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 3 ആണ്. സോ 3 into 1 അല്ലേ, പ്ലസ് സെക്കൻഡ് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് ആക്ച്വലി -1 ആണ്, നമുക്ക് പ്ലസ് ആണ് വേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, -3 കൊണ്ട് മൾട്ടിപ്ലൈ, -3 into സെക്കൻഡ് സിഗ്നൽ. അപ്പോഴും 2 വരെ ആയിട്ടുള്ളൂ. ഇനി 2 to 3 വേണം. 2 to 3 ഓൾറെഡി ഒരു സിഗ്നൽ ഉണ്ട്, φ3(t), അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആദ്യം പറഞ്ഞ കൺസെപ്റ്റ് കിട്ടി.
നമ്മൾ തന്നിരിക്കുന്ന 3 സിഗ്നലിനെ ഓർത്തോ നോർമൽ ആയിട്ടുള്ള 3 സിഗ്നലിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റി. കുറച്ച് ലെങ്തിയാണ് ഈ പ്രോസസ്സ്. നോർമലി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്സ് കൂടി വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാനായിരിക്കും കൂടുതൽ മാർക്ക്. അതായത് 5/3 കണ്ടുപിടിക്കാനായിരിക്കും കൂടുതൽ വെയിറ്റേജ് വരിക. നമുക്ക് ടോട്ടൽ 14 മാർക്സ് ഉണ്ടെങ്കിൽ ഒരു 8 മാർക്സും ഈ പറഞ്ഞ 5/3 കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇക്വേഷൻസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ കുറേ മാർക്സ് അതിന് തന്നെ കിട്ടും, തെറ്റാതെ എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഫോർമുലാസ് എഴുതാൻ നോക്കുക. ആ ഫോർമുല ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റിയലൈസ് ചെയ്താൽ മതി, ഫുൾ മാർക്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്തായാലും ഈ 4th മൊഡ്യൂളിൽ നിന്ന് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഗ്രാം സ്മിത്ത് ഓർത്തോളൈസേഷൻ പ്രൊസീജിയർ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, എൻ്റെ ക്വസ്റ്റ്യൻ തന്നിരുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീഡ് ഡയഗ്രാം ഡിറൈവ് ദ ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ഡിയോ ബൈനറി എൻകോഡർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ISA എഫക്റ്റ് ഒക്കെ, അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിയോ ബൈനറി സിഗ്നലിംഗിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എക്സ്പ്ലനേഷൻ വിത്ത് ബ്ലോക്ക് ഡയഗ്രാം 5 മാർക്സ് ഉണ്ടായിരുന്നു, ഇമ്പൾസ് റെസ്പോൺസിന് 5 മാർക്സ് ഉണ്ട്, ദെൻ ഫ്രീക്വൻസി റെസ്പോൺസിന് 4 മാർക്ക്. ഇങ്ങനെയായിരുന്നു അതിൻ്റെ മാർക്ക് ഡിവിഷൻ വന്നിരുന്നത്. അപ്പോൾ അത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പോർഷൻ ആണ്. അത് ചെയ്യാൻ ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണ് ഈ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഡിയോ ബൈനറി സിഗ്നലിംഗ്. ഇതിനും കുറച്ച് ഡെറിവേഷൻ പാർട്ട് ഉണ്ട്, അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം കാണുമ്പോൾ അത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ 5 മാർക്കേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതാണ് ഡിയോ ബൈനറി സിഗ്നലിങ്ങിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ജനറൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സീക്വൻസ് എന്ന് പറയുന്നത് CK എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ BK, ഈ ഇൻസ്റ്റൻറ്റിലുള്ള സിഗ്നലും തൊട്ട് മുമ്പുള്ള സിഗ്നലിൻ്റെയും കൂടെ സമ്മായിട്ടാണ് കിട്ടുക. ഓക്കെ, BK -1 ആ രീതിയിലായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഫിൽറ്റർ എലമെൻ്റ് ഉണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡിലേ എലമെൻ്റ് ആണ്. അപ്പോൾ ഡിലേ എലമെൻറ്റിൻ്റെ എത്രയാണോ വരുന്നത് ആ ഒരു കൺസെപ്റ്റും കൂടെ എന്താണ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ രീതിയിലായിരിക്കും നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത്. ഐഡിയൽ ചാനൽ റെസ്പോൺസും ഈ ഡിലേഡ് എലമെൻറ്റിൻ്റെ ചാനൽ റെസ്പോൺസും കൂടെ ചേർന്നതായിരിക്കും ഓവറോൾ ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ നമുക്ക് വരുന്നത്. അപ്പോൾ നോക്കുക, ഒരു ബിറ്റ് ഡിലേ എലമെൻറ്റിൻ്റെ ടേംസ് എങ്ങനെയായിരിക്കും വരിക? e−j2πf TB ബിറ്റ് ഡിലേ ആണ് പറഞ്ഞേക്കുന്നത്. ഇനി നോക്കുക, അപ്പോൾ ആ സിമ്പിൾ ഫിൽറ്റർ സമ്മർ ഔട്ട്പുട്ട് കിട്ടുന്ന 1+ ഈ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫിൽറ്ററിൻ്റെ റെസ്പോൺസിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പോർഷൻ കൂടെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് വരും. സോ HCF × 1+ e⁻ എക്സ്പോണൻഷ്യൽ ടേം. അത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, 1നെ നമുക്ക് വേണമെങ്കിൽ എഴുതാം അല്ലെ, ഈ ഇവിടെ എഴുതിയിരിക്കുന്ന ടേമിനെ നമുക്ക് e⁻j⁻f TB e⁻−j⁻f ഈ ഒരു ടേം കോമൺ ആയിട്ട് എടുക്കുന്ന പോലെ. അപ്പോൾ നമുക്കറിയാം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം e⁻j⁻θ × e⁻−j⁻θ ഈ ഫോമിൽ എഴുതാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ടേം നമുക്ക് ഔട്ടറിൽ എടുക്കാം. സോ റിമൈനിങ് ടേംസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് cos πf TB എന്ന് എഴുതാം. അതായത് e⁻j⁻θ + e⁻−j⁻θ/2 നമുക്ക് cos θ ഫോമിൽ എഴുതാം. ആ ഒരു ഫോർമാറ്റിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഫൈനലി നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് 2 HCF cos πf TB e⁻−j⁻f TB. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് നമ്മുടെ ഡിയോ ബൈനറി സിഗ്നലിംഗ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഐഡിയൽ ചാനൽ ബാൻഡ് വിഡ്ത്ത് ഓഫ് RB/2. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 2 cos πf TB e⁻. ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് ഡിയോ ബൈനറി സിഗ്നലിൻ്റെ. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി ഡൊമൈനിലുള്ള റെസ്പോൺസ് ആണ്, മാഗ്നിറ്റ്യൂഡും ഫേസും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈം ഡൊമൈൻ സിഗ്നലിങ്ങും ഇതേപോലെ തന്നെ ഒരു ഡെറിവേഷൻ ആണ്. 2 സൈനസോഡൽ സിഗ്നലിൻ്റെ ഒരു സമ്മായിട്ടാണ് വരുന്നത്. ഇമ്പൾസ് റെസ്പോൺസ് കൺസിസ്റ്റ് ഓഫ് 2 പൾസസ് ദാറ്റ് ആർ ടൈം ഡിസ്പ്ലേസ്ഡ് ബൈ TB സെക്കൻഡ്. അപ്പോൾ സിങ്ക് ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സിങ്കും വേറെ ടൈം ഡിലേഡ് ആയിട്ടുള്ള സിങ്കും. ഓൺ സിംപ്ലിഫിക്കേഷൻ നമുക്ക് ഫൈനലി നമുക്ക് ഇങ്ങനൊരു ആൻസറിലേക്ക് എത്തി നിൽക്കും. ഡെറിവേഷൻ പാർട്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എനിവേ ആ ഡെറിവേഷനും കൂടെ ചേർത്തിട്ടായിരിക്കും നമുക്ക് ഫുൾ മാർക്സ് നമുക്ക് കിട്ടുക. അപ്പോൾ ടോട്ടൽ നമുക്കുള്ളത് 14 മാർക്സ് ആണ്. ഫ്രീക്വൻസി റെസ്പോൺസിന് 4 മാർക്സ്, ഇമ്പൾസ് റെസ്പോൺസിന് 5 മാർക്സ്, എക്സ്പ്ലനേഷൻ പ്ലസ് ബ്ലോക്ക് ഡയഗ്രാം 5 മാർക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിയോ ബൈനറി സിഗ്നലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എഴുതുന്നത്. അതിൻ്റെ ടൈം ഡൊമൈൻ സിഗ്നലും കൂടെ നിങ്ങൾ വരച്ചു വയ്ക്കുക, കാരണം അതിനൊക്കെ വെയിറ്റേജ് ഉണ്ടാവും. ഈവൻ സിലബസിൽ ഡിസ്ട്രിബ്യൂഷനിൽ അത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അതിന് നമുക്ക് മാർക്ക് ഉണ്ടാവും. അപ്പം
4th മൊഡ്യൂളിൽ നമുക്ക് കമ്പൽസറി ആയിട്ടും പഠിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ് ഗ്രാം സ്മിത്ത്. കാരണം സിലബസിൻ്റെ പേര് തന്നെ എങ്ങനെയാണ്, ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ ആൻഡ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും ഒരു എസ്സേ ക്വസ്റ്റൻ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഇക്വേഷൻസ് എങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കും, എൻ്റെ പ്രൊസീജിയർ എന്താണെങ്കിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ടാവും. അതുകൊണ്ട് അതെന്തായാലും സ്കിപ്പ് ചെയ്തിട്ട് 4th മൊഡ്യൂളിൽ പോകരുത്. ആ പ്രോബ്ലംസ് ചെയ്യാൻ എന്തായാലും ഒരു 3 വേവ് ഫോം എങ്കിലും മിനിമം ചെയ്യാൻ പഠിക്കുക. അതിൽ കൂടുതൽ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകേണ്ട, കാരണം ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ 4 വേവ് ഫോം ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 3 എണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഒരു 15 മിനിറ്റ്സിൽ നമുക്ക് ഈ പറയുന്ന എസ്സേ ക്വസ്റ്റ്യൻ കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും. എങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും സമയം വേണ്ട. ഈവൻ അതില്ലാത്തവർക്ക് പോലും ഒരു കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഫുൾ മാർക്സ് നമുക്ക് കിട്ടും കറക്റ്റായിട്ടാണ് ചെയ്യണമെങ്കിൽ ആ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം 4th മൊഡ്യൂൾ. നമുക്ക് ഇനി ഒരു മൊഡ്യൂളും കൂടി ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമുക്കത് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.